പോകുന്നത് ഷീന ചേച്ചി ആൻഡ് ശൈത്യ. അമ്മയും മകളും സൂപ്പർ. Congratulations, Sheena and Shaitya. മൊമെന്റ് വേണ്ട. ഓക്കെ, നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ ശൈത്യയും ശൈത്യയുടെ അമ്മയും. ഒരു പ്രോഗ്രാമിന് പോയിട്ട് അതിൻ്റെ അകത്ത് സമ്മാനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് സമ്മാനം കൊടുക്കുന്നവരെ അപമാനിച്ച വ്യക്തികളാണ് ഇന്നലെ ഇവിടെ വന്നിട്ട് ഈ നാടകങ്ങൾ മുഴുവൻ കളിച്ചത്. ഈ നാടകം കളിച്ചത് എന്തിനാണെന്നും കൂടി ഞാൻ പറയാം. അതായത് ഇവരെന്തോ ഒരു വലിയ ട്രോഫി വാങ്ങിക്കാൻ പോകുന്നുണ്ടെന്നോ, അല്ലെങ്കിൽ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ജയിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് ഇവരോട് ആരോ ഒരാൾ പോയിട്ട് പൈസ വാങ്ങിക്കുകയാണ്. 1.5 ലക്ഷം രൂപയോളമാണ് വാങ്ങിച്ചത്. വാങ്ങിച്ചിട്ട് ഇവിടെ നിൽക്കണ്ടിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കാണിക്കണ്ടേ, കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഇടണ്ടേ. ഇതൊന്നും ഇടുന്നില്ല, ഒരു ക്യൂട്ട്നെസ് പോലും ഇടുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ അത്രയും വെറുപ്പുമായിട്ട് നടക്കുന്ന, അസൂയും കുശുമ്പുമായിട്ട് നടക്കുന്ന, ഒരുപക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു വാര്യരുടെയും കാവ്യ മാധവിന്റെയും ഫോട്ടോ കണ്ടിട്ട് നെടുവീർപ്പെടുന്ന ഒരു കുട്ടിയാണ് ശൈത്യ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അമ്മ നല്ല രീതിയിൽ അമ്മയും അച്ഛനും കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ശൈത്യ എന്ന് പറയുന്ന ആ ഒരു കുട്ടിക്ക് ഒരു കഴിവും ഇല്ലാത്തത് കൊണ്ട് ആ കുട്ടിക്ക് എവിടെയും എത്താൻ കഴിയുന്നില്ല. അതിനാകെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാനറിയാം. ആ പഠിപ്പുമായി മുന്നോട്ട് പോയിട്ട് ഒരു നല്ല വക്കീലാകേണ്ട ആ ഒരു പെൺകുട്ടിയെ ശരിക്കും പറഞ്ഞ അച്ഛനും അമ്മയും വഴിതിരിപ്പിച്ച് ഈ കലാപത്തില്ല ഈ മറ്റേ ഇങ്ങനെയുള്ള പരിപാടികളിലേക്ക് വിടുകയാണ്. അതായത് കലാപ്രവർത്തനത്തിന് വിടുകയാണ്. ആ കുട്ടിക്കാണെങ്കിൽ കലാപ്രവർത്തനത്തിന് എന്ന് പറഞ്ഞാൽ ഒരു ഭാവവും വരില്ല, മുഖത്തൊരു ഭാവം വരില്ല, അല്ലെങ്കിൽ വേറെ ഒരു ഭാവം വരില്ല. ഏതായാലും ഒരു കാര്യം പറയാം, എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ മോളെ നമുക്ക് പങ്കെടുക്കണം എന്ന് ഈ അമ്മ പറയുകയാണ്. അങ്ങനെ അമ്മയും മകളും എന്ന് പറയുന്ന പരിപാടിയിലെ അമ്മയുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ മകൾക്ക് എങ്ങനെയായാലും സമ്മാനം കിട്ടും. ആ ഒരു പരിപാടിയിലേക്ക് ഇവർ രണ്ടുപേരും പോവുകയാണ്. അവിടെ എത്തിയിട്ട് സമ്മാനദാനത്തിന്റെ അന്ന് ഞങ്ങൾക്ക് 1ാം സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ശ്വേതാ മേനോൻ എന്ന് പറയുന്ന ഒരു നടിയെ അപമാനിച്ച്, അതുപോലെ തന്നെ വേദിയിലുള്ള ലാൽ ജോസ് അടക്കമുള്ള ആൾക്കാരെ അപമാനിച്ച വ്യക്തികളാണ് ഇന്നലെ വന്നിട്ട് ഈ പ്രസംഗം നടത്തിയത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ ആരോ പറഞ്ഞു 1.5 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ജയിപ്പിക്കാം എന്ന് പറഞ്ഞ് അയാൾക്ക് 1.5 ലക്ഷം രൂപ കൊടുക്കുന്നു. അങ്ങനെ അവിടെ നിന്നും ഇവിടെ വന്നിട്ട് ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. എന്തിനാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അതേ ആള് തന്നെ പറഞ്ഞു നിങ്ങളുടെ 1.5 ലക്ഷം ഞാൻ തിരിച്ചു തരാം, പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. അവിടെ എത്തിയിട്ട് ഒരു കാരണവശാലും ഞാൻ പറയാത്ത ഒരു കാര്യവും ചെയ്യരുത്. അങ്ങനെ അയാളുടെ അടുത്ത് പോകുന്നു. 2 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ 1.5 ലക്ഷം വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അത് തിരിച്ചു തരാം. ഇത് തന്നെയാണ് ഇതൊരു വലിയൊരു കമന്റ് ഉണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട്. അപ്പൊ അങ്ങനെ ഈ ശൈത്യ നേരെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ വരുന്നു. ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അനുമോളാണ്. അനുമോളെ നെഗറ്റീവ് ആക്കുക എന്ന് മാത്രമാണ് ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് പുറകെ നടന്ന അനുമോളെ നെഗറ്റീവ് ആക്കുകയാണ്. അതായത് നിന്റെ പിആറുകളും എന്റെ പിആറും ഒന്നാണ്. നിന്നോട് 1.5 ലക്ഷം വാങ്ങിച്ചു, എന്നോടും വാങ്ങിച്ചു പൈസ. നീ കാരണമാണ് എന്റെ ഉറക്കം നഷ്ടപ്പെട്ടത്. അതുപോലെ നീ എന്തിനാണ് എന്നെ കട്ടപ്പ എന്ന് വിളിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് അങ്ങ് അനുമോളോട് പറയുകയാണ് ചെയ്തത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിആറുകൾ വിചാരിച്ചത് നടന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. അതായത് ഒരു സഹതാപ തരംഗം അനുമോളക്കെതിരെ കൊണ്ടുവരാൻ ഇവരെല്ലാവരും കൂടി ചെയ്ത് കളിക്കുന്ന ഒരു പ്ലാൻ ചെയ്ത ഒരു പണിയാണിത്. ഇത് ശൈത്യക്ക് കൃത്യമായിട്ടുള്ള റോള് കൊടുത്തത് കൊണ്ട് ശൈത്യ ഇത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ടോ അല്ല വേറെ ഒന്നിനോ നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ. ഈ 4-5 ദിവസം കൊണ്ട് ഇവിടെ വന്നിട്ട് അനുമോളെ ടാർഗറ്റ് ചെയ്യാൻ ഇവർക്കെന്ന ചൂടുണ്ടാ, ഇവർക്കെന്ന ഭ്രാന്തുണ്ടാ? അതൊന്നും അല്ലടാ. ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് കപ്പ് നേടരുത്. അതിനു വേണ്ടിയിട്ട് അനുമോള ഒരു സഹതാപ തരംഗം ഉണ്ടാക്കുക. സഹതാപ തരംഗത്തിലൂടെ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും വിജയിക്കുക. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ തന്നെ വിചാരിക്കുന്നത് ഒരു സഹതാപ തരംഗം ഉണ്ടാക്കിയിട്ട് ഭരണമാറ്റം വരെ സംഭവിക്കണം എന്നും ചിന്തിക്കുന്ന ആൾക്കാർ വരെയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ബിഗ് ബോസിലുള്ളത്. ഒരു സഹതാപ തരംഗം ഉണ്ടാക്കി കഴിഞ്ഞാൽ അനുമോള് ഫസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അനുമോള് ഫസ്റ്റ് അടിക്കും എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്.
അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നിനക്കൊരു തുക തരാം, ഇല്ലെങ്കിൽ നീ തന്ന പൈസ തിരിച്ചു തരാം. അപ്പോഴാണ് മനസ്സിലാകുന്നത് ശൈത്യൊക്കെ ഞാൻ ഏതായാലും അതുപോലെ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നിട്ട് വല്ല കാര്യമൊന്നുമില്ല. അതുമാത്രമല്ല ഇനി അവിടെ 3-4 ദിവസം പോയി നിന്നിട്ടും കാര്യമില്ല. അപ്പൊ എന്തെങ്കിലും ഒരു മാസ് കാണിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ 1.5 ഇങ്ങ് കയ്യിൽ കിട്ടും. അതുമാത്രമല്ല ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും കൈ കിട്ടും എന്നുള്ള ഓഫർ ഉണ്ടാകാം. അങ്ങനെ അവിടെ പോയിട്ട് കുറച്ച് ഡയലോഗും ഡ്രാമയും അടിക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലായത് ഇതൊരു വലിയ ഡ്രാമയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അനുമോളെ കപ്പടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാരുടെ അവസാനത്തെ ഒരു അടവാണിത്. എല്ലാവരും അനുമോളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഒറ്റപ്പെടലാണ്. ഇപ്പോഴാ ഒറ്റപ്പെടൽ പൂർണ്ണമായി കൊണ്ടു. ഇപ്പോഴാ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുമോളെ എല്ലാവരും പാപമായിട്ട് കാണും. നാളെ എല്ലാവരും അനുമോൾക്ക് വോട്ട് കൊടുക്കും. അങ്ങനെ അനുമോൾ വിജയിക്കും. ഇത് തന്നെയാണ് അവരും വിചാരിക്കുന്നത്. ഇത് തന്നെയാണ് അവിടെ നടപ്പിലാകുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ ശൈത്യയുടെ പ്രശ്നമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നമോ ഒരു മാങ്ങാക്കൊലിയല്ല. ഇപ്പൊ അവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ 16 ലക്ഷം രൂപയുടെ പങ്ക് പറ്റിയ ആൾക്കാർ തന്നെയാണ്. കാരണം 16 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാലോ. 16 ലക്ഷം കൊടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ ബിന്നി, ഞാനൊരു കാര്യം പറയുന്നത്, ഈ ബിന്നിയാണ് ഇത് കൊണ്ടുവന്നത്. ബിന്നിയോട് ചലഞ്ച് ചെയ്യാമായിരുന്നു. അന്ന് തന്നെ ചലഞ്ച് ചെയ്യാമായിരുന്നു. ബിഗ് ബോസിനോട് ചലഞ്ച് ചെയ്യാമായിരുന്നു. അതുപോലെ മറ്റു പലരോടും ചലഞ്ച് ചെയ്യാമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എനിക്കൊരു ക്ലാരിറ്റി വേണം എന്ന് കൃത്യമായിട്ട് ബിന്നിയോടോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനോടോ പറയാമായിരുന്നു. പക്ഷെ അന്നൊന്നും നിഷേധിച്ചില്ല ഈ അനുമോള്. അപ്പൊ അനുമോള് നല്ലവളാണോ? ഒരിക്കലുമല്ല. ശൈത്യ നല്ലവളാണോ? ഒരിക്കലുമല്ല. ബിന്നി നല്ലവളാണോ? ഒരിക്കലുമല്ല. പിന്നെ ആരാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരെ പറ്റിക്കുന്ന, ചതിക്കുന്ന, നമ്മളെല്ലാം മണ്ടന്മാരാക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവരുടെ മനസ്സിൽ ഈ കപ്പ് ഇന്നലെയോ മിഞ്ഞാന്നൊന്നും അല്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ 1ാമത്തെ ദിവസം തന്നെ എന്ന് പറഞ്ഞാൽ കപ്പ് ആർക്കാണ് എന്നുള്ളതൊക്കെ എഴുതിയാടെ വെച്ചിട്ടുണ്ടാകും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇവിടെയും നടന്നത് ഇത് തന്നെയാണ്. ഇവിടെയും നടന്നത് ഇത് തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അനുമോള് എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആകണം. അതുപോലെ സഹതാപ തരംഗം വരണം. അങ്ങനെ അനീഷിന് വോട്ട് കുറക്കണം. കാരണം അനീഷിന്റെ ഏറ്റവും വലിയ ഈ അനുമോളുടെ ഏറ്റവും വലിയൊരു പ്രതിയോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ് ഇരിക്കുന്നത് അനീഷ് തന്നെയാണ്. അനീഷിന് ഇവർക്ക് എല്ലാവർക്കും ഭയമുണ്ട്. കാരണം അനീഷിന്റെ വോട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും ഇമ്മാതിരി കൂതറപ്പണി ചെയ്തത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവരൊന്നും വലിയ പുണ്യാളന്മാരോ ഒന്നുമല്ല. ഇതിൻ്റെ അകത്ത് വരുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ജീവിതം തേഞ്ഞൊട്ടിയവർ തന്നെയാണ്. ഒരു നല്ല കുടുംബത്തിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഒരു നല്ല അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ആരും ഇതിൻ്റെ അകത്ത് വരത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ശൈത്യ ഇതല്ല ഇതിലപ്പുറവും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിശയപ്പെടാനില്ല. ശ്വേതാമേനോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൾക്ക് ഒരു ചാൻസും ചാൻസും കിട്ടാതെ കൊണ്ടാണ് മകൾ ഇപ്പോഴും ബിഗ് ബോസിലേക്ക് അമ്മ അയച്ചിരിക്കുന്നത് എന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ മാത്രമേ സംസാരിക്കത്തുള്ളൂ, ഇതുപോലെ മാത്രമേ നിലകൊള്ളുകയുള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന തലത്തോട്ടൊന്നും ഇവർ പോകില്ല. ഇവരിപ്പോഴും ഇന്നലെ മുതൽ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഡ്രാമയാണ് കളിക്കുന്നത്. അനുമോളെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറഞ്ഞത് തന്നെയാണ്. അത് പറഞ്ഞിരിക്കുന്നത് ആരാണെന്നും നമുക്കറിയാം കൃത്യമായിട്ട്. അപ്പൊ എന്തിനാണ് ഇങ്ങനെ പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.